ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് സ്വാഗതം. മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് നമ്പർ 3. ഇപ്പോൾ നമ്മളാണ്ട് ഏതൊരു ഗുഹയിൽ നിൽക്കുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് തരിക. നമ്മൾ ലൈക്ക് ടാർഗറ്റ് വീണ്ടും 20 ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഈ വീഡിയോ എന്ന് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പിസോഡ് 2 കാര്യങ്ങളൊക്കെ ബാഡ് ഡേ ആയിരുന്നു, ഒന്നിനും കൊള്ളില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എന്തൊരു പാടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യണം. ഇന്ന് നമുക്ക് ഫാം സെറ്റ് ചെയ്യണം ഗൈസ്. ഇന്ന് ഒരു വീറ്റ് ഫാം സെറ്റ് ചെയ്യണം. കാരണം ഫുഡിൻ്റെ ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വീറ്റ് ഫാം ഇന്ന് എന്തായാലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കേവിൽ നിന്ന് ഇറങ്ങട്ടെ. ഇവിടെ നിന്ന് വെളിയിലോട്ടാണ് നമ്മൾ അത്യാവശ്യം മൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം വെളിയിലോട്ടാണ്. നൈറ്റ് ആയാൽ എന്തോ നൈറ്റ് ആയെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, നൈറ്റ് ആയിട്ടില്ല. ഓക്കെ, വില്ലേജിലൂടെ ഇതിൻ്റെ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ട്രേഡ് ചെയ്യാൻ? ഇവിടെ ഓടുന്ന റണ്ണൊക്കെ മുമ്പ് നിന്നെ വെട്ടി അരിഞ്ഞ് ഞാൻ ഇടും കേട്ടല്ലേ. മര്യാദയ്ക്ക് നടന്നില്ല, പിന്നെ വെട്ടി അരിഞ്ഞ് ഞാൻ ഇടും. എന്തൊക്കെയുണ്ട്? സെയിം തന്നെ. നിനക്ക് വേറെ പണിയില്ലടാ. എന്തൊക്കെ ചെയ്യാം നമുക്ക്? ഇവിടെ കാണോ പൊളിച്ചത് ഇങ്ങനെ. നമുക്ക് ഗ്ലാസ് വെക്കാണ്ടല്ലേ പറയും പോലെ. ഓക്കെ, ഗ്ലാസ് വെക്കണം. നമുക്ക് ഇതായിട്ട് കോള് കിട്ടിയിട്ടില്ല. വെള്ളം വന്നു. വെള്ളം ഇല്ല, സാൻഡുകളൊന്നും ഇവിടെ ഇല്ല. ഉണ്ട് അങ്ങോട്ട് ആക്സ് വെച്ചാൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ മൊത്തം വേണം കുറച്ച് മാറ്റി പോകുന്നത്. അവിടെ ഈ 3 വെച്ചൊരു ഉപകാരമില്ല. വീണ്ടും തോന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ കൃഷി ഉണ്ട്. ആക്ച്വലി ക്യാരറ്റ് ഉണ്ട്. ഇവിടുത്തെ ഈ ക്യാരറ്റ് ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള മൊത്തം എടുക്കാം. നമുക്കിപ്പോൾ എത്രയാകുമ്പോൾ എടുത്തു, എത്രയും നടന്നത് ഇപ്പം നീ കുറച്ച് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയിരുന്നില്ല. ഡയമണ്ട് സീഡ് വേണം നമുക്ക്. എന്തായാലും കൃഷി ചെയ്യണം. ഇത് നോർമൽ സീഡാണ് കേട്ടോ. സീല എന്തായാലും നമുക്ക് ആവശ്യമാണ്. പനിക്കുട്ടി വെട്ടി അരിയേണ്ട ഇവിടെ ഓർഡർ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. നമുക്ക് സാൻഡിങ് കാര്യങ്ങൾ കിട്ടട്ടെ. പോട്ടെ. നമുക്ക് അയാണ് കിട്ടില്ല. അയാണ് കിട്ടിയാൽ അയൺ ഡോറ് വരുന്നത്. ഓക്കെ, നല്ല കുറച്ച് സാൻഡ് ഉള്ളൂ. ഇതെന്താ ഈ കുഴിക്കത്ത് വീഴാത്ത? ഞാനൊരു ബർത്ത്ഡേ വ്ലോഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല യൂട്യൂബറിൻ്റെ. അത് നടക്കും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോഴേ ആ ഒരു വ്ലോഗ് വരില്ല. ഞാൻ ഉറപ്പ് തന്നില്ല. അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മഴ? മഴ 52 ഉണ്ടല്ലോ. എന്തായാലും 52 റീസ്റ്റാർട്ട് ആക്കിയിട്ട് പോകാം. എനിക്ക് എല്ലാം റീസ്റ്റാർട്ട് ആക്കിയ പക്ഷേ സാൻഡ് കൂട്ടി. റീസ്റ്റാർട്ട് എന്തായാലും പോയി. നമുക്ക് അവിടെ പോയിട്ട് രാത്രി ആയാലോ? രാത്രി ക്രീപ്പർ ഇറങ്ങി. ക്രീപ്പർ കാണാതെ വേണം പോവാൻ. ഓടാ കുമാരൊക്കെ എന്തിനാടാ അങ്ങോ എന്നെ കൊല്ല പറഞ്ഞേ? പോ. പെട്ടെന്നോട് ഇവിടേക്ക് അത് പൊട്ടിക്കണം. അയ്യോ അടച്ചില്ല. ഇറങ്ങാൻ നമ്മൾ സൈഡിൽ പകുതി പോയി കേട്ടോ.
ഓ ക്രീപ്പർ വെള്ളത്തിൽ കിടക്കണം അടച്ച്. അല്ല ഈ സൈഡ് ഇത്രയും പോയി. ഇത് അടയ്ക്കാം 30 കൊണ്ടല്ല 30 ധാരാ ആ തികയോ 30 തികയും. ഇന്ന് തോന്നുന്നു നമുക്കെന്താ തികയും. ഓടാ പിറകെ വന്നടിച്ചറ. പക്ഷേ റീസ്പോൺ സെറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടിന്. അവിടെയും കൂടി ഇനി മൊത്തം അടയ്ക്കണമല്ലോ. ക്രീപ്പർ ഗൈസ് നമുക്ക് ഈ മോബ് സ്പോണിങ് നമുക്ക് ഓഫാക്കി ഇടണം കേട്ടോ. ഓഫാക്കി ഇട്ടാലേ രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ ഇതേപോലെ ചത്തുകൊണ്ടിരിക്കും. അടുത്ത് ആടാ ഇവറ്റക്ക് എന്തടാ മൊത്തം ക്രീപ്പറാണ്. ക്യാരറ്റ് അയക്കാൻ ഫുള്ളാണ്. ഇത് തികയൂല. ഇത് തികയൂല ഗൈസ്. ഉണ്ടോ ഇനി ഇവിടെയും കൂടെ അടയ്ക്കണം. അത് ഇവിടെ നടക്കും. ചെറിയ 2 കൂടി വേണം. അല്ല ഒന്നും മതി. കേറ് വാ. ഓക്കെ ഉള്ളത് നമ്മളെ പൊട്ടി അത്ര അടച്ചു. നമുക്ക് പോയിട്ടേ ഞാൻ പോയി ഒന്ന് മോബ് ഓഫാക്കി തരാം. നമുക്ക് കിട്ടിയത് കൊണ്ട് പറഞ്ഞേക്കിലാക്കി ഉരിക്കാം. 64 എന്തോന്ന് വെച്ച് ഇരിക്കാൻ പറ്റും. സ്റ്റോൺ വെച്ച് ചെയ്യാൻ പറ്റുമോ? സ്റ്റോൺ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും ആക്ച്വലി. സോ നടക്കട്ടെ. എനിക്ക് ഈ സ്റ്റിക്ക് വെച്ചൊന്നും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ 3 ഗ്ലാസ് എടുത്ത് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം. ഇവിടെ വയ്ക്കാം. 3. ഓക്കെ ഇനി ഇവിടെ വയ്ക്കണം. അവിടെ വയ്ക്കണം. ഈസി. ഓക്കെ another 2 glass. 1 2 and 1 more glass. 1. ഓക്കെ ഇത് ഇവിടെ ആയിക്കോട്ടെ. അവിടെ നമുക്ക് പോയിട്ട് മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. മൈനിങ് അല്ല ആക്ച്വലി നമുക്ക് ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടാകുമ്പോഴേ ഉടുണ്ട്. നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ പറ്റാം. മാത്രമല്ല കഴിക്കട്ടെ. എമറാൾഡ് ഇവിടെ മാറ്റാം. നമ്മൾ എമറാൾഡ് വേറെ ഉണ്ടായിരുന്നല്ലോ. എമറാൾഡ് ഉണ്ടായിരുന്നു. ശരി തുറക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഞാൻ വേണ്ടത് തുറക്കാൻ പറ്റും. പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചിട്ട് വയ്ക്കാം. ഇപ്പോൾ അതായത് ഇവിടെ തന്നെ വയ്ക്കാം. ഇവിടെ തീർന്നാ പക്ഷോ ഇതൊന്നും നടക്കൂല. ഞാൻ വേണ്ടി ഇതൊക്കെ ഇഷ്ടം പോലെ സ്റ്റിക്ക് വേണ്ടി വരും. നമുക്ക് മൈനിങ് ചെയ്ത് തന്നെ കോൾ കിട്ടിക്കാം. പക്ഷേ മൈനിങ് ചെയ്ത് കോൾ കിട്ടാനില്ല. നമുക്ക് ഇവിടെ അടുത്തുള്ള ഈ ഒരു മൗണ്ടന് കയറി പുറത്തോട്ട് പോകാം. പിക്കാക്സ് കിട്ടില്ല. പിക്കാക്സ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് കോൾ എടുക്കാം. മലയായതുകൊണ്ട് കിട്ടാൻ സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യുക അങ്ങനെയാണ് കിട്ടിയത്. ആക്ച്വലി കുറേ കിട്ടിയാണ്. ഓക്കെ ഇവിടെ കാണുക. എന്താ
എൻ്റെ പേരെന്താണെന്നൊക്കെ പോയിട്ട് നോക്കട്ടെ. കോപ്പറാണെന്ന് തോന്നുന്നു. യെസ്, കോപ്പർ. ഇത് 4 കോപ്പർ കിട്ടി. യെസ്, 4 കോപ്പർ കിട്ടി. ഓ 4 പറയാം. അപ്പോൾ കുറേ കോപ്പർ ഉണ്ട്. ലോട്ടടിച്ച് ഈ കോപ്പറിൻ്റെ ഉപകാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കെടുക്കാം. ഓക്കെ, 35 കോപ്പർ കിട്ടി. നൈസ്. പക്ഷേ കോൾ കിട്ടില്ല. നമ്മൾ മലയുടെ ഇപ്പുറത്ത് വന്നു. ആൻഡ് കോൾ ഇതൊക്കെ കിട്ടിയിട്ടില്ല. നമുക്ക് കോൾ കിട്ടാൻ വേണ്ടി അത് ഏരിയ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പായിട്ടുള്ളതൊന്നും കിട്ടണില്ല. നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ താഴെ പോയാൽ ചെയ്യും. ചത്തോ അങ്ങനെ ഒരു ഫുഡ് എടുക്കാം. ഇവിടെ അങ്ങനത്തെ സ്ഥലം ഇല്ലല്ലോ. ഈ മലയുടെ ഏറ്റവും ടോപ്പിക്കണം. ഓക്കെ, നമ്മൾ മലയുടെ ഏകദേശം ഏറ്റവും ടോപ്പിലെത്തി. ഓക്കെ, കൈയെടുക്കാം. പൂവൊക്കെ കളർ മെൽറ്റ് ചെയ്താൽ കളറിന് ഇത് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ 4 എടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ വെക്കാം. 6 പക്ഷെ ഇവിടെ നിന്ന് കാണാമല്ലോ. നമുക്ക് താഴോട്ട് തന്നെ പോവാം. വെറുതെ ഞാനിപ്പോൾ PC യിലാണ് ആക്ച്വലി കളിക്കുന്നത്. ഞാൻ പറയാൻ മറന്നു പോയി. പോലെ അത് എന്തോ ലക്കിന് കിട്ടിയതാണ്. ഈ സൈഡിൽ കോളൊന്നും കാണില്ല. ഇവിടെ കോളുണ്ട്. കൊബിസ്റ്റോൺ നടക്കുന്നത്. നമുക്ക് കോൾ എടുത്തിട്ട് പോയി കൊബിസ്റ്റോൺ വേണ്ട നൈറ്റ് ആവാറായി. ഈ കോൾ നമുക്ക് കൊടുക്കാം. എടുത്തിട്ട് നേരെ വെക്കണം. കോൾ ഉറങ്ങിയിട്ട് വന്ന് എടുക്കാം കൊബിസ്റ്റോൺ. അവിടെ കൊബിസ്റ്റോൺ ഇവിടെ ഉള്ളത് എടുക്കാം. എന്തായാലും ആവശ്യത്തിന് കൂടെ ഒരു സ്റ്റാക്ക് എന്തായാലും കൊബിസ്റ്റോൺ കിട്ടുന്നത് ഉറപ്പാണ്. ഒരു സ്റ്റാക്ക് കൊബിസ്റ്റോൺ എന്തായാലും കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉറങ്ങാം. ഇപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മൊബൈൽ ഫോൺ ഓഫാക്കി എത്തിക്കാണ്. ഉറങ്ങാം. എൻ്റെ Pikachu. Okay. Call it. Look, put it. Okay, I'm going to call the outage. Guys, I'm going to stack in മേലെ cobblestone കിട്ടി. മേലോട്ട് അങ്ങനെ കുറച്ച് പോയിട്ട് കിട്ടിയ 20 കോൾ. 20 കോൾ ഐ തിങ്ക് 20 കോൾ മതി. 20 കോൾ ധാരാളമാണ്. ആ ഒരു കയ്യിൽ മാത്രമേ കുറച്ച് വെക്കാനുള്ളൂ. ആൻഡ് തീസ് മതി. ലാഭം നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം ഇത്രയും പൊളിച്ചെടുക്കാം. ഈ ഒരു സൈഡ് നമുക്ക് ഇത്രയും ഇവിടത്തെ നമ്മൾ സൈഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് ആർക്കും വെച്ചാൽ മാച്ച് കോൾ കിട്ടി. ഇതാക്കാം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് കൂടി കൊബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് പെൻസിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഈ കൊബിൾ സ്റ്റോൺ വെച്ച് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റെക്ക് ഒരു കോളും മതി. കൊബിൾ സ്റ്റോൺ കിട്ടിയിട്ട് എന്തുണ്ടാക്കാനോ കാര്യം ചോദിക്കുന്നു. കാണിച്ചു നോക്കാം. നമുക്ക് ഒരു കൊബിൾ സ്റ്റോൺ ഒന്ന് റെഡിയാക്കി നോക്കാം. എന്തോ കിട്ടുന്നുണ്ടോ? ഓക്കെ, കോപ്പർ ഇങ്ങോട്ട് കിട്ടി. കോപ്പർ ഇങ്കാറ്റ് നമുക്ക് കിട്ടി. സോ ഇത് വെച്ച് ഉപകാരമുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് കോപ്പർ ഇങ്കാറ്റ് കിട്ടി. ഇങ്ങോട്ട് വെച്ച് എത്ര ആയെന്ന് നോക്കട്ടെ. 1000 ഡോറിന് 6 1000 ഡോറിന്. ഓക്കെ, നമുക്കിനി ബട്ടൺ ഈ സാധനമൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെച്ചാൽ ലൈറ്റ് റോഡ് സെറ്റ് ചെയ്യാം. ബട്ടൺ ഓക്കെ ഉണ്ട്. ബട്ടണൊക്കെ സിമ്പിളാണ്. ഓക്കെ, നൈസ്. 2 ബട്ടൺ ഉണ്ടാക്കാം. സോ നമുക്ക് എന്തായാലും ഒരു വാട് കുറച്ച് കൊണ്ട് കൊടുക്കണം. വെച്ചോളാം. അപ്പോൾ ആവശ്യത്തിനുള്ളത് മതി. ബാക്കി സാധനം നമുക്ക് വെച്ചേക്കാം. എന്തെങ്കിലും ആവശ്യം വരും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. സാൻഡ് കോപ്പർ എല്ലാം വെച്ചോ. ആക്സ് മാത്രം വച്ചിട്ട് പോയി മരം വെട്ടിയിട്ട് അല്ല സോൾഡി നമുക്ക് മരം വെട്ടേണ്ട ആവശ്യമില്ല. കാരണം
ഓൾറെഡി നമ്മൾ ഉള്ളതുകൊണ്ട് ആ ഒരു ഓക്ക് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഇത് ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ. സ്റ്റിക്ക് വേണം. സോ നമുക്ക് ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്കൊരു 28 സ്റ്റിക്ക് ഉണ്ടാക്കി. ഇത് നമുക്ക് 6 വേണം. അത്രയും നമുക്ക് സ്റ്റിക്ക് തീർന്നവരുണ്ടാക്കാം. 36 ഉണ്ടാക്കി. ഇത് വെച്ച് നമ്മളെ ഫാം സെറ്റാക്കാം. നമുക്ക് ഫാം ഇവിടെ വയ്ക്കാം. ഇത് പറയുന്നു ഇത് മരത്തിൻ്റെ ഇപ്പം വെട്ടിക്കള പുല്ലല്ല ഇല എത്ര വെട്ടിയിട്ട് ഞാൻ ആക്ച്വലി മീറ്റ് ഫാം വയ്ക്കണോ പെറ്റ് ഫാം വയ്ക്കണോ? വീറ്റ് വയ്ക്കുന്നത് നമുക്ക് ബോർഡിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഉണ്ടാക്കി പോയ സ്ഥിതിക്ക് നമുക്ക് ചെയ്തേ പറ്റുമോ? ഓക്കെ, നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ ഇവന്മാർ വന്നിട്ട് എടുത്തോണ്ട് പോവും. ആര്? വില്ലേജർ ഒന്നും ചോദിക്കുക. എന്തായാലും ഞാൻ അവനെ കൊല്ലും. അവനെ കൊന്നാലും നമുക്കും നഷ്ടമാണ്, അവനും നഷ്ടമാണ്. സോ നമുക്കിവിടെ മരം ഷുഗർ കെയിൻ അവിടെ മഷ്റൂം കിട്ടി. മഷ്റൂം കിട്ടി. മഷ്റൂം കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. നന്നാൻ പറ്റും. എന്തെങ്കിലും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് മരം വെട്ടാം. അതിനാവശ്യം നമുക്കൊരു ഹോ ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഒരു മരം നട്ടു വയ്ക്കാം. ഇവിടെ നടാൻ ഇവിടെ നടാം. നേരെ പോയിട്ട് പ്ലാങ്ക് ഉണ്ടാക്കണം. മൊത്തവും പ്ലാങ്ക് ഉണ്ടാക്കണം. 30 എത്ര പ്ലാങ്ക് കിട്ടും? 36 പ്ലാങ്ക് കിട്ടി. പോയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഒരു 12 പോയി ഒരു 2 ഹോ ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഹോയും മഷ്റൂം പ്ലാങ്ക് ഷുഗർ കെയിന് ഇത് ഇത്രയും നമുക്ക് ജസ്റ്റ് കൊണ്ടുവെച്ചു. നമുക്ക് ഈ ഡോറെടുത്ത് ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇവിടെ അത്രയും. ഈ വെള്ളം കൊണ്ടു വരണമെങ്കിൽ അയൺ വെച്ചോ. ബക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ അയൺ വെച്ചോ. അത് പോയിന്റ് ആണല്ലോ.
ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് സൈഡിലും വെച്ചിട്ട് ഇപ്പുറത്ത് മാറ്റി എന്നിട്ട് ഇത് വെച്ച് ഇപ്പുറത്ത് വെച്ച് ഇതെടുത്ത് ഇവിടെ വയ്ക്കാം. ഓക്കെ, സെറ്റായി. നമുക്ക് പോയിട്ട് ബക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബക്കറ്റ്? നിങ്ങൾക്ക് സൗണ്ട് കുറഞ്ഞായിട്ടായിരിക്കും കേട്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ മൈക്ക് ഓഫ് ആയി കിടക്കായിരുന്നു. അമ്മ എന്തെങ്കിലും വാങ്ങിച്ച അമ്മ? ഹൈ, പ്രിങ്കിൾസ് എല്ലാം വാങ്ങിച്ചല്ല, കേക്ക് ഇപ്പൊ തിന്നണ്ടേ, കുറച്ച് തിന്നെ വീട് എടുത്തുണ്ടെങ്കിൽ. ഗൈസ്, അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ടി വരും. കാരണം നമ്മള് മൈക്കും ഞങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ കണക്ട് ചെയ്തെന്നും പറഞ്ഞ എല്ലായിടത്തും വെച്ചിട്ട് ചെറിയ ചെറിയ ഇതുണ്ട്. സോ ക്ഷമിക്കാം. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. നമുക്ക് പോയിട്ട് ചട്ടി കലത്തിന് ഇവിടെ 3 അയൺ വേണം. ഓടാ, അയണ് ഞാൻ എവിടെ പോകും? അയണാണ് കിട്ടാൻ പാട്. സോ പോയിട്ട് എന്തോടെ ഇങ്ങോട്ട് പോയി വില്ലേജറാ ഓടി. ഞാൻ പേടിച്ച്. നമുക്ക് പോയി സ്റ്റോൺ എടുക്കട്ടെ. സ്റ്റോണ്, പിക്കാക്സോ, പിന്നെ പോയിട്ട് സ്റ്റിക്കില്ല, സ്റ്റിക്ക് വേണമല്ലോ. സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് എടുത്ത് നമുക്ക് പിക്കാക്സ് രണ്ടെണ്ണം ഉണ്ടാക്കാം. ബാക്കി സ്റ്റിക്ക് എടുത്ത് അകത്ത് വയ്ക്കാം. കൊബിൾ സ്റ്റോൺ എടുത്ത് അകത്ത് വയ്ക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നൈറ്റായി. ഉറക്കം പറഞ്ഞാ ഉറങ്ങണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം. ഉറങ്ങി രാവിലെ രാവിലെ പോയി മൈനിങ് തുടരാം. എന്റെ പൊന്നു, അയണ് ഈശ്വരാ, അയണ് കിട്ടിയാൽ മതിയായിരുന്നു. അയണ് തായോ, അയണ് തായോ. അവിടെ പോയിരിക്കും. നമ്മൾ ടോസ്റ്റ് ഉണ്ടാക്കായിരുന്നു. സാധനം കൊടുത്തിട്ടെ. വൈ. ഓക്കെ ഗൈസ്, ഇതൊക്കെ പൊളിക്കണമല്ല. മെന്നായിട്ട് നമ്മള് പൊളിച്ചല്ല വന്നത്. സ്റ്റെപ്പ് ഡിഗ്രി കൊണ്ട് പോകണമെന്ന് മാൽക്കും. നമ്മൾ എന്തായാലും ഇവിടെ എത്തിച്ചിരിക്കും. ഇവിടെ നിന്ന് താഴെ ചാടി ചാവും, ഉറപ്പാണ്. എനിക്ക് അറിഞ്ഞൂടാ ഇല്ലേ. എന്തായാലും ഇവിടെ താഴെ ചാടിയാ ചാവും. സോ നമുക്ക് ഇവിടെ ചാടിക്കോ. എന്റെ മോനെ, നമ്മൾ അയണുണ്ട്. സോ നമുക്ക് ഇവിടെ എന്തോ തിളങ്ങുന്നുണ്ട്. ഓക്കെ, അത് ഈ പണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ടാങ്ക് എന്റെ മോനെ രക്ഷപ്പെട്ട് എന്താ അടിച്ചു പോലെ. അയണിന്റെ മേളാണ്. മണ്ടേറ്റ് കാണാം. അയണിട്ട് എന്റെ മോനെ കറക്റ്റ് 3 അയണനെ കിട്ടി. ബക്കറ്റ് ഉണ്ടാക്കാത്ത ആവശ്യത്തിനുള്ള അയണ നമുക്ക് കിട്ടി. നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ സെറ്റ് ആക്കാം. ഇവിടെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ നമ്മൾ വന്ന വഴി ഏതാണ് ഇത്? ഓക്കെ, സ്റ്റെപ്പ് പോലെ
ഓ താഴെ പോയി പോട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കി ഇന്നത്തെ ഫാമിനുള്ള വെള്ളം അത്ര നിറച്ച് ഫാം സെറ്റാക്കിയിട്ട് നമുക്ക് നിർത്താം ഈ ഒരു വീഡിയോ. അപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ലോങ് ആയി. പോട്ടെ 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 പോട്ടെ. 3 കിട്ടി. ഇപ്പോൾ ബക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ബക്കറ്റ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെള്ളം എടുത്ത് കോരി വയ്ക്കാം. നമ്മൾ ഫാമാണ്ട് വറ്റി വരണ്ട് പോയി നമുക്ക് വെള്ളം. ബക്കറ്റ് അവിടെ ബക്കറ്റ് ബക്കറ്റ് ഇത് മെൽറ്റ് ചെയ്യണോടാ. ഓ ഐ സി മെൽറ്റ് ചെയ്യണം. കുഴപ്പമില്ല നമ്മൾ കോളുണ്ട് ആവശ്യത്തിന്. പക്ഷേ നമ്മൾ കുറച്ച് തികയും എല്ലാവരും കഴിക്കാം ഉറപ്പാണ്. നമുക്ക് നോക്കട്ടെ. അയാൾ മെൽറ്റായിട്ട് 3 അയാൾ 9. ഓക്കെ നമ്മൾ ഫസ്റ്റ് അയണിങ് ഗഡ്. സെക്കൻഡ് അയണിങ് ഗഡ്. ആൻഡ് ഫൈനൽ ഇൻഗേർട്ടും കൂടി ഇപ്പോൾ കിട്ടും. ഏകാല നിമിഷത്തിൽ കിട്ടി. ഏ ഗൈസ്. ഓ നമ്മൾ ഇന്നത്തെ ദിവസം ഫാം മാത്രം ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറേ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ചെയ്തു. ആക്ച്വലി നമുക്ക് ഇവിടെ ഡിഗ് ചെയ്യാം. സോ ഈ സൈഡിലും ഈ സൈഡിലും ഇവിടെ വെള്ളം ഒഴിക്കാനുള്ള കുഴി നമുക്ക് എടുക്കാം. വെള്ളം ഒഴിക്കാനുള്ള ലാവില്ല. ഇടയ്ക്ക് ലാവില്ല. അതാണ് പ്രശ്നം. ഓക്കെ ഇവിടെ വെള്ളം ഒഴിക്കാം. നമുക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ കയറുന്ന സ്ഥലം. ഓക്കെ ഇവിടുത്തെ വെള്ളം മതി. ഓക്കെ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമ്മളിത് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കാഫി ഡബിൾ അല്ല ജസ്റ്റ് വെച്ച് ഇതൊന്ന് കുറച്ചൊന്ന് ഫ്രണ്ടോട്ട് വലിക്കാം. അകത്തോട്ട് കയറാൻ വേണ്ടിയാണ് നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിനി പോയിട്ട് വെള്ളം വെക്കാം. ഇത് ഓരോന്നായിട്ട് പറച്ചെടുക്കാൻ പോലും നേരാകും. ഇവിടെ നിന്ന് അകത്തോട്ട് വയ്ക്കാം. ഇത് ഒഴിക്കാൻ പറ്റുന്നില്ലേ? യെസ് അടുത്ത വെള്ളവും നമ്മൾ ഒഴിച്ചു. അടുത്ത വെള്ളം യെസ് നമ്മൾ ഒരു സൈഡിലെ വെള്ളം നിറച്ചു. ഇനി അപ്പുറത്തെ സൈഡിലുണ്ട്. നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് പൊളിച്ച് കൊണ്ടുപോകാം. അപ്പോൾ അവിടെ നിന്ന് വാടാൻ എളുപ്പമായിരിക്കും. എന്ത് പറയുന്നു? എന്താ വിമാനം തന്നെ വിമാനം. ആടാ ഓ പുല്ലുമാരൊക്കെ. ഓക്കെ പറ്റില്ല. ശരി വെറുതെ കൂട്ടിയിട്ട് സ്ഥലത്തിന് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ കൂട്ടാം. എന്ത് പറയുന്നു? ഇവിടെ കൂട്ടി ഇവിടെ മര അതെ ഇവിടെ ഈ മരം ഒന്നും വെട്ടണ്ട. നമ്മൾ അങ്ങ് ദൂരെ മരം വെട്ടണം. അതിനെന്തായാലും ഇവിടെ നമ്മൾ മരം വെട്ടും. എനിക്ക് ഐഡിയ ഉണ്ട്. എനിക്ക് ഇവിടെ വയ്ക്കാം. മാറിപ്പോയി. അയ്യോ ഓ അടുത്ത അവിടെ അവിടെ വയ്ക്കാം. ഓക്കെ അവിടെ വയ്ക്കാം. പോയിട്ട് അടുത്തെടുത്തിട്ട് ഇത് വരാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒഴിച്ചത് കളയണ്ട. വെച്ചേക്കാം. പിന്നെ അത് ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് എന്താ കൃഷി ചെയ്യാൻ പോകുന്നു ഗായ്സ്. നമ്മൾ ഹോയെടുക്കുന്നു, വെള്ളമെടുത്ത് മാറ്റുന്നു, ഒരു സീഡ് എടുക്കുന്നു, വീറ്റ് എടുക്കുന്നു. നമ്മൾ എല്ലാം നടുന്നതാണ്. സീഡ് നടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. നമുക്ക് നട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് കുഴിച്ചിട്ട് നട്ട് നോക്കാം. ഓ പറ്റും. ഈ നടുക്കത്ത് ഇത്രയും സീഡാക്കാം. ഓക്കെ ഈ സൈഡ് ഓക്കെ ഈ സൈഡിൽ ഇത്ര നമുക്ക് വയ്ക്കാനായിട്ടുള്ള ഓക്കെ ഉള്ളൂ. ഇവിടെ വീറ്റ് വയ്ക്കാൻ പറ്റൂല. വീറ്റ് ഇങ്ങനത്തെ വയ്ക്കാൻ പറ്റൂല. സീഡ് തന്നെ അടിക്കേണ്ടി വരും. ക്യാരറ്റ് നടാം. ക്യാരറ്റ് ഉണ്ടല്ലോ.
ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് 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 ഗോ ക്യാരറ്റ് നടാൻ പറ്റും. ഓക്കെ, നട്ടു കഴിച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാം ഫിറ്റ് ചെയ്തു. ഇനി പോയി കടന്നുറങ്ങാം. ഓക്കെ, മെച്ചപ്പെടട്ടെ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടാർഗറ്റ് കണ്ടിയാണ്. അപ്പൊ നമ്മൾ ഫാമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വേറൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.